ദാ ഈ കാണുന്നതാണ് തൃശ്ശൂർ ലൂർദ് മാതാവിൻ്റെ പള്ളി. ഞാനും മാതാവും തമ്മിൽ ചെറിയൊരു മെഴുകുതിരി ബന്ധമൊക്കെ ഉള്ള കാരണം ഞാൻ ഇടയ്ക്ക് വരാറുണ്ട്. എന്നാലും ഇപ്പോൾ ഭയങ്കര വൈറലായ സ്ഥിതിക്ക് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇതിൽ ഈ മാതാവിൻ്റെ കടുത്ത വിശ്വാസികൾ മാതാവിനെ വിളിക്കുന്നതിനേക്കാളും മതമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ ഈ മാതാവിനെ ഇപ്പോൾ വിളിക്കുന്നുണ്ട്. അവരെ നിവർത്തികേടാണേ നിലനിൽപ്പിൻ്റെ ആവശ്യം, ദൈവത്തിൻ്റെ ഓരോ ലീലകൾ. അവർക്ക് മറയ്ക്കാൻ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ഈ പള്ളിക്കാരെ നാട്ട് കേട്ടിട്ടും നാണമില്ലാതെ ഈ ഒട്ടിപ്പോ തുടർന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു വിശ്വാസി അവനെൻ്റെ കയ്യിലെ കാശെടുത്തിട്ട് ഇരുമ്പോ ചെമ്പോ ഒലയ്ക്കോ എന്തൊരു ദേവാലയത്തിൽ കൊടുത്താലും അത് നമ്മളെ ബാധിക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ പ്രശ്നമാവുന്നത് എങ്ങനെയാണ്. പക്ഷെ നമ്മുടെ പ്രശ്നമാവുന്ന കുറച്ചധികം കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആറ്റത്തൊരു കൊച്ചിനെ കെട്ടിത്തൂക്കി കൊന്നിട്ടും നമ്മൾ ഏറ്റവും സെക്യൂർ ആണെന്ന് വിചാരിച്ചിരുന്നൊരു സർക്കാർ ഉദ്യോഗസ്ഥന് ശമ്പളം കൊടുക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് ഒരു നാട് പിച്ചച്ചട്ടി എടുത്തിട്ടും അത് മറയ്ക്കാൻ, നാട്ടുകാരെ കണ്ണിൽ കുറച്ച് നാളെങ്കിലും പൊടിയിടാൻ ഇവർക്ക് ഈ വിഷയം ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെയും കൂടെ കഴിവുകേടാണ്. നമ്മുടെ നികുതി പണം എടുത്തുകൊണ്ട് ഒരു നവകേരള ബസ് ഉണ്ടാക്കി ഒരു മാസം കഴിഞ്ഞത് പൊളിക്കാനിട്ട് കൊടുത്തപ്പോഴും വായ തുറന്ന് കമാന്നൊരു അക്ഷരം മിണ്ടാനുള്ള പ്രതികരണ ശേഷിയില്ലാത്ത ഉളകളാണ് ഇപ്പോൾ ഈ കിടന്ന് തിളയ്ക്കുന്നതൊക്കെ. സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപി ലൂർദ് പള്ളിക്ക് കൊടുത്തിട്ടുള്ള കിരീടം മാത്രമല്ല തൃശ്ശൂരിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. കോവിഡ് കാലത്ത് ശ്വാസം കിട്ടാതെ പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഓക്സിജൻ പ്ലാന്റ് ഒരെണ്ണം അവനവൻ അധ്വാനിച്ച കാശിൽ നിന്ന്, ലക്ഷ്മി മോളുടെ ചാരിറ്റി ഫണ്ടിൽ നിന്ന് 7 ലക്ഷത്തിലധികം രൂപ എടുത്തിട്ടാണ് പ്രാണ എന്ന് പേരിട്ടുകൊണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഒരു ഓക്സിജൻ പ്ലാന്റ് പുള്ളി സമ്മാനിച്ചത്. ഇന്നും തൃശ്ശൂരുകാർ അവിടെ ശ്വാസം വലിച്ച് കിടക്കുന്നുണ്ട്. ആ മെഡിക്കൽ കോളേജിൽ ഇന്നും അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സുരേഷ് ഗോപിയുടെ ചെമ്പ് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിക്കൂടല്ല മക്കളെ. ഇടയ്ക്ക് ഈ കിരീടവും ഈ സംഭവമൊക്കെ കഴിഞ്ഞ് നേരം കിട്ടുവാണെങ്കിൽ ഈ പെൻഷൻ കിട്ടാത്ത അടുക്കളയിലേക്കോ ശമ്പളം കിട്ടാത്ത ഓഫീസുകളിലേക്കോ ഉച്ചക്കഞ്ഞി കിട്ടാത്ത സ്കൂളുകളിലേക്കോ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നന്നായിരിക്കും. അല്ല, തിരിഞ്ഞു നോക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. തിളച്ച വെള്ളം എടുത്ത് മോന്തയ്ക്ക് ഒഴിക്കും അവർ.